കൊണ്ടോട്ടിയിലെ മുതുവല്ലൂർ ചീക്കോട് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ഒരു പ്രദേശത്താണ് ഞാനീ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയാം ഒരു മലയുടെ മുകൾ ഭാഗം മുഴുവൻ ഇവിടെ പൂർണ്ണമായിട്ടും ചെങ്കൽ ക്വാറി മാഫിയ കയ്യേറിയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്താൽ ഇവിടെ മല മുഴുവൻ തുരന്നെടുത്ത അവസ്ഥയിലാണ്. അതിനൊക്കെ അപ്പുറത്ത് ഈ പ്രദേശത്തുകാരുടെ വലിയ ഭീഷണി എന്നാൽ ഇതാണ്, ഈ കല്ലെടുത്തതിൻ്റെ ബാക്കിയായിട്ടുള്ള മണ്ണ് അത് കൂട്ടിയിട്ടത് ഒരു ഭാഗത്ത് കൂന പോലെ നിൽക്കണം. അവിടെയാണ് ഇപ്പോൾ വലിയൊരു വിള്ളൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. വലിയൊരു വിള്ളൽ. ഇതിൽ കുറേയൊക്കെ ഈ ക്വാറി നടത്തിപ്പുകാർ അടച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനപ്പുറത്ത് വെള്ളം കൂടുന്തോറും, ഭാരം കൂടുന്തോറും സ്വാഭാവികമായിട്ടും താഴേക്ക് പൊട്ടി വീഴുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. അത് വലിയ തോതിൽ തന്നെ ഈ ഒരു പ്രദേശത്ത്, ഈ മലയുടെ താഴത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു ഭീഷണിയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മോടൊപ്പം പ്രദേശവാസികൾ ചേരുന്നുണ്ട്. ചേട്ടത് കണ്ണമ്പ്രം, ഏത് മലയുടെ പേരെന്തത്? കുറുവാമ്പ്രമല. അപ്പോൾ ശരിക്ക് ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ ഇവരുടെ ഈ ചെങ്കൽ ക്വാറിക്കാരുടെ പ്രവർത്തനം കാരണം ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലെത്തി. അതെ, എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാനുള്ള അവസ്ഥയാണ്. ഒരു 100 വീടുകൾ ഇതിൻ്റെ ചോടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഭീഷണിയാണ്. പക്ഷേ ആരും ഇങ്ങോട്ട് കയറി എത്താൻ തന്നെ അത്രയും ബുദ്ധിമുട്ടാണ്. ഈ സ്ഥലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ആരും വരാറില്ല. അപ്പോൾ അവർക്ക് ആരും കയറ്റവുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് സുഖമായിട്ട് ഈ കല്ല് വെട്ടാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇതിന് അനുവാദം ഉണ്ടോ? അനുവാദം ഇല്ല എന്നാണ് ഇപ്പം വില്ലേജ് ഓഫീസർ ചെറിയ ഒരു 20-10 സെൻറ്റ് സ്ഥലത്തിന് ഒരു അനുവാദം വാങ്ങും, എന്നിട്ട് മൊത്തം വെട്ടും. എത്ര ഏക്കർ ഉണ്ടല്ലേ? അതെ, ഏക്കർ കണക്കിനുണ്ട്. ആദ്യം ഇവിടെ ഒരു തെങ്ങും തോട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വിള്ളൽ വലിയ ആശങ്കയാണല്ലോ അല്ലേ? വലിയ ആശങ്കയാണ്. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരമാണ് ഇത് കണ്ടത്. ആരോ കയറിയപ്പോൾ ഇത് കണ്ടതാണ്. അത് കണ്ട സമയത്ത് ഇവിടെ താമസക്കാർ മുഴുവൻ ഇവിടെ കയറി വന്നിട്ട് ഇത് പരിശോധിച്ച് നോക്കി. പിറ്റേന്ന് വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്ന് അളന്ന് ഒക്കെ അവരോടൊക്കെ വിവരം കൊടുത്തതാണ്. മുമ്പ് ഇവിടെ മണ്ണിടിച്ചിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തൊട്ട താഴെ ഉണ്ടായിട്ടുണ്ട്. 4-5 വീട്, ഇവരെ വീടുകളൊക്കെ പോയതാണ്. ഈ 2018 വലിയ പ്രശ്നമായത് അവിടെ അന്ന് 2 വീടിൻ്റെ സൈഡ് ഭാഗം ഫുള്ള് പോയിട്ടുണ്ട്. 5 പോസ്റ്റ് KCB പോസ്റ്റ് പോയിട്ടുണ്ട്. ഏകദേശം 10-20 സെൻറ്റ് സ്ഥലം തന്നെ മുകളിൽ കീഞ്ഞോട് പോകുന്നൊക്കെയാണ് അന്ന് സംഭവിച്ചത്. അതിൻ്റെ ശേഷം പിന്നെ വീട്ടിന് 2020 കഴിഞ്ഞ് ഇങ്ങോട്ട് ശേഷം വീട്ടിന് 4-5 കൊല്ലം സ്റ്റോപ്പായിന്. ഇപ്പോൾ അവർ ഇട്ട ഈ മണ്ണും കണ്ടില്ലേ, ഇവിടെ ആകെ സേഫ്റ്റിക്കുള്ള ആ തിണ്ട് മാത്രമേ ഉള്ളൂ. ആ തിണ്ട് പൊട്ടി കഴിഞ്ഞാൽ താഴെ ഫുള്ള് പോകും. കാരണം അത്ര സ്ലോപ്പാണ് താഴോട്ടാണ് വീടും റോഡും. ഇപ്പം കീശ്ശേരി ഗടനപ്പാറ റോഡ് പോണ ഈ താഴ്ന്ന പ്രദേശത്താണ്. പക്ഷേ അത് പൊട്ടി കഴിഞ്ഞാൽ ഫുള്ള് പോകും. ഏകദേശം ഒരു 300-400 മീറ്റർ താഴോട്ട് പോകും ഇത് ഫുള്ള് പൊട്ടി കഴിഞ്ഞാൽ. ഇത് തന്നെ 20 മീറ്ററിൻ്റെ ഒരു ഇട്ടാണ് മണ്ണ്. അന്ന് ഇവിടെ വന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂ, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യും. എന്താ വെച്ചാൽ അപകട ഭീഷണി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് കല്ല് വെട്ടുന്നുള്ളത്. ആ സമയത്ത് വെട്ടുമ്പോൾ ഈ കുയ്യ് ചെയ്ത ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച്, വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് അത് നമ്മളെ ചെറിയ രീതിയിലൊക്കെ ഒരു പേടിപ്പിച്ചിട്ടുണ്ടായിന്. പിന്നെ രണ്ടാമത് വന്ന് നോക്കുമ്പോഴാണ് ഒരു മണ്ണിട്ടത്. ഈ മണ്ണിട്ടാൽ എന്തായാലും തള്ളും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളതും. ഇത് അത്രയും മണ്ണ് കണ്ട കൂട്ടി ലോഡ് കണക്കിന് മണ്ണ് അവിടെ ഫുള്ള് കാണുന്നത്. ഈ മണ്ണ് അവരോട് പറയുന്നുണ്ട് ഇവിടെ ഇടാൻ പറ്റൂല, കൂട്ടി ഇവിടെ കൊണ്ടുപോകണം ഒക്കെ പറയുന്നുണ്ട്. അത്രയും മണ്ണ് അവർ ഇവിടെ ഇതാക്കിയിട്ടത്. ഇത് ശരിക്ക് നിങ്ങളൊക്കെ പരാതിപ്പെട്ടിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇതിലൊന്നും? ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണെന്ന് സംഭവിക്കണമെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ ഉൾക്കള്ളികൾ എന്തൊക്കെയാണ്, ക്യാഷ് വാങ്ങണ്ടോ, പുറത്തുനിന്ന് ആരൊക്കെ എന്തൊക്കെ വാങ്ങണ്ടോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു അറിവൊന്നുമില്ല. എന്താണ് നിങ്ങളൊക്കെ അവസ്ഥ? എന്താ ഇതിൽ? ഇത് നിൽക്കണം. ഇതിവിടെ ഇനി ഇങ്ങനെ തുറന്നു പോകാൻ പറ്റൂല. അതന്നെ, അതിനെന്താ വേണ്ടത് വെച്ചാൽ അത് ചെയ്യണം. അതിന് അധികാരികൾ അനുവാദം ഇല്ലാതെയുള്ള വെട്ട് നിർത്തിയില്ലെങ്കിൽ വലിയ ഭീഷണിയായിരിക്കും. അതെ, ഇത് മണ്ണ് മൊത്തം നീക്കി ഇതിന് മല ലെവലടിച്ച് നിരപ്പടിച്ച് തരണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ അപകട ഭീഷണി ഒഴിവാവുള്ളൂ. വലിയ പ്രതിഷേധത്തിന് വലിയ മോളിക്കൊക്കെ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഇത് ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ മോളിക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു വിഷയമായതുകൊണ്ടേ എങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് നീങ്ങാനുള്ളൊരു ഇത് തന്നെയാണ് ഉള്ളത്. എന്താ വെച്ചാൽ ഈ കോലത്തിൽ ഇപ്പോൾ എല്ലാവരും കാണുന്നതാണല്ലോ ഈ മൺകൂന ഇവിടെ കൂട്ടിയിട്ടത്. ഇതൊക്കെ കൂടെ അടിയിക്ക് വന്നാൽ എന്ത് വന്നാലും നമ്മൾ മുണ്ടക്കൽ അങ്ങാടി വരെ ഇത് പോകുന്നുള്ള ശതമാനം 100% ഉറപ്പാണ്. നമ്മൾ ചൂരൽമലയിൽ സംഭവിച്ചതിനായിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് ഈ ഇവിടെ സംഭവിക്കാം. അപ്പോൾ ഈ കോലത്തിൽ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്നോ നാളെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയണ നമ്മളൊന്നും ഇവിടെ ഉണ്ടാകണമെന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിപ്പോൾ നമ്മൾ അധികൃതർ, പഞ്ചായത്ത് അധികൃതർ, വില്ലേജ് എല്ലാവരും തഹസിൽദാരൊക്കെ വന്നിട്ട് ഓലിങ്ങനെ പോകാമെന്നല്ലാതെ നമ്മൾ 2019-18 കാലഘട്ടത്തിൽ ഇത് പറയൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു ശക്തമായിട്ടുള്ള ഇപ്പോഴാണ് നിങ്ങൾ ന്യൂസിൻ്റെ ഈ ന്യൂസ് 8 വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ലൈവായിട്ട് വിടാൻ ഏറ്റവും നമുക്ക് ഒരു ഉപകാരത്തിൽ വരുന്നത്. അതുകൊണ്ട് അനധികൃതമായിട്ടുള്ള ഈ നിർമ്മാണം അല്ലെങ്കിൽ ഈ ഒരു മണ്ണെടുപ്പും ഇതും പൂർണ്ണമായി നിർത്തുന്നവരേക്ക് ഇനി ശക്തമായ പ്രതിഷേധത്തിന് വരുന്നത്. ഇതിപ്പോൾ 2 ദിവസം മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇത് ഇത്ര വലുപ്പമില്ല. ഇതിപ്പോൾ ഇതാ പൊട്ടൽ കൂടിയിട്ടുണ്ട്.
കൂടിയിട്ട് ഇപ്പോൾ കുറച്ചും കൂടി തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലെ മഴ ചെയ്താൽ അത് എന്താ ഉറപ്പുള്ളത്? നിൽക്കുന്ന ഉറപ്പില്ലല്ലോ. അപ്പോൾ അതിന് പെട്ടെന്ന് എന്താ വേണ്ടത് വെച്ചാൽ എമർജൻസി ആയിട്ട് ചെയ്യണം. തീർച്ചയായും വലിയ ആശങ്കയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം മണ്ണെടുക്കുന്നത്, കല്ല് വെട്ടുന്നത്, കാരണം മണ്ണ് കൂട്ടിയിടുന്നതൊക്കെ വലിയ തോതിൽ തന്നെ പ്രദേശത്തിന് ഭീഷണിയാകുന്നുണ്ട്. ഇതിനൊക്കെ പൂർണ്ണമായും അനുവാദമില്ല എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്നാൽ അധികൃതർ ഇക്കാര്യത്തിൽ കണ്ണു തുറക്കണം. അനധികൃത ഖനനങ്ങളൊക്കെ നിർത്തിവെപ്പിക്കുന്ന സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അവർക്ക് ആ വാക്ക് പാലിക്കാനാകുമെന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഈ നാട് ഒന്നാകെ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.